എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ബിറ്റ് കോയിൻ വാങ്ങാനുള്ള അവസാനത്തെ അവസരം ബിലോ $90,000 അല്ലെങ്കിൽ ഈ ഒരു $100,000 താഴെ ബിറ്റ് കോയിൻ വാങ്ങാനുള്ള അവസാനത്തെ അവസരം വിത്തിൻ ദിവസങ്ങൾക്കുള്ളിൽ തീരാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും ബിറ്റ് കോയിന്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഗ്ലോബൽ M2 മണി സപ്ലൈയും ബിറ്റ് കോയിന്റെ പ്രൈസും തമ്മിലുള്ള കോറിലേഷനും കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു ഇൻഡെക്സ് ആണ് ഡോളർ ഇൻഡെക്സ്. അപ്പോൾ ഡോളർ ഇൻഡെക്സും ബിറ്റ് കോയിൻ്റെ പ്രൈസും തമ്മിൽ എത്രമാത്രം കോറിലേറ്റഡ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, അത് എങ്ങനെയാണ് ബിറ്റ് കോയിൻ അഫക്റ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്താണ് ഡോളർ ഇൻഡെക്സ്? ഡോളർ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ US ഡോളറിൻ്റെ മൂല്യം മറ്റുള്ള കറൻസികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താഴുകയാണോ മുകളിലോട്ട് പോവുകയാണോ എന്ന് കമ്പയർ ചെയ്യുന്നതിനുള്ള ഒരു ഇൻഡെക്സ് ആണ് ഡോളർ ഇൻഡെക്സ്. ഓക്കെ, അതായത് മറ്റുള്ള ഇപ്പോൾ JPY, അതേപോലെ യൂറോ, GBP അത്തരത്തിലുള്ള ഒരു ബാസ്ക്കറ്റ് ഓഫ് കറൻസികളുമായിട്ട് ഡോളറിൻ്റെ വാല്യൂ കൂടുന്നുണ്ടോ അല്ലെങ്കിൽ കുറയുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ഇൻഡെക്സ് ആണ് DXY ഡോളർ ഇൻഡെക്സ്. ഈ ഒരു DXY നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ 98.18 ഡോളർ ഇൻഡെക്സ് ഇപ്പോൾ ഉള്ളത്. അതായത് ട്രംപ് വന്നതിന് ശേഷം 2025 ജനുവരി 20 ശേഷം ഏകദേശം 10% ഈ ഒരു ഡോളറിൻ്റെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഒരു തകർച്ച. സോ ഇതേ ഒരു സിനാരിയോ നമ്മൾ 2017 കമ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 2017 ട്രംപ് വൈറ്റ് ഹൗസിൽ ആദ്യമായിട്ട് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത ആദ്യത്തെ വർഷം 2017 ഇതേപോലെ വലിയ രീതിയിൽ ഡോളർ ഇൻഡെക്സ് ക്രാഷ് ആയിട്ടുണ്ട്. സോ 2017 ട്രംപിൻ്റെ ആദ്യത്തെ വർഷമാണ്, 2025 ട്രംപിൻ്റെ ആദ്യത്തെ വർഷമാണ്. സോ 2017 ട്രംപ് വന്നതിന് ശേഷം ഡോളർ ഇൻഡെക്സ് 10% താഴ്ന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ വാല്യുവേഷനിൽ ആ ഒരു പതിറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയൊരു തകർച്ചയിലോട്ടാണ് ഡോളർ തകർന്നടിഞ്ഞത്. ഓക്കെ, പക്ഷെ അതേ ഒരു പീരീഡിലോ 2017 ആ ഒരു സെയിം പീരീഡിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഏകദേശം 20 ഇരട്ടിയാണ് കൂടിയത്. അതായത് ഡോളറിൻ്റെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഈ ഒരു 10% തകർച്ച ബിറ്റ് കോയിൻ്റെ പ്രൈസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റം ഏകദേശം 20 ഇരട്ടിയാണ്. സോ ഇതേ ഒരു നമ്മൾ സൂമിൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. സോ 2017 ജനുവരിയിലാണ് ട്രംപ് അധികാരത്തിൽ വരുന്നതും അതിനുശേഷം ഡോളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ അഗ്രസീവായിട്ട് താഴോട്ട് വരികയും അതിനോടൊപ്പം തന്നെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവുകയും ഏകദേശം 20 ഇരട്ടിയാണ് ഡിസംബർ 17 ആകുമ്പോഴേക്കും ബിറ്റ് കോയിൻ ആ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തുന്നത്. തിരിച്ചങ്ങോട്ട് ഡോളർ വീണ്ടും മുകളിലോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് വീണ്ടും താഴോട്ട് വരുന്നുണ്ട്. സോ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു 2025 ജനുവരി 20 ശേഷം ട്രംപ് വന്നതിന് ശേഷം ഡോളറിൻ്റെ മൂല്യത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തകർച്ചയും. സോ 2017 ആ ഒരു കംപ്ലീറ്റ് ഒരു വർഷം എടുത്തിട്ടാണ് ഈ ഒരു ഡോളർ ഇൻഡെക്സ് 10% താഴുന്നത് എന്നുണ്ടെങ്കിലും ഈ ഒരു വർഷം 2025 ജനുവരി 20 ശേഷം ഓൾറെഡി ഈ ഒരു 3 മാസം കൊണ്ട് തന്നെ ഡോളറിൻ്റെ വാല്യൂ ഏകദേശം 10% ആണ് താഴ്ന്നിരിക്കുന്നത്. 2017 ഒരു വർഷം കൊണ്ട് ട്രംപ് ഡോളറിലുണ്ടാക്കിയ തകർച്ചയാണ് ഈ വർഷം വെറും 3 മാസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യാം, മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ നമ്മളിപ്പോൾ ഇതൊരു ഷോർട്ട് പീരീഡിൽ മാത്രമല്ല ഒരു ലോങ് പീരീഡിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഡോളർ ഇൻഡെക്സുമായിട്ട് കോറിലേറ്റഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2017 ജനുവരി മുതൽക്ക് ആ ഒരു കംപ്ലീറ്റ് വർഷം ഈ ഒരു ഡോളർ ഇൻഡെക്സ് താഴോട്ട് വന്നപ്പോൾ അതേ ഒരു പീരീഡിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് 20 ഇരട്ടിയാണ് കൂടിയത് അല്ലേ. അതിനുശേഷം 2018 ജനുവരിയോട് കൂടിയിട്ട് തന്നെ ഡോളർ ഇൻഡെക്സ് മുകളിലോട്ട് പോകാൻ തുടങ്ങി. ഏകദേശം 2020 മാർച്ച് വരെയും ഡോളർ ഇൻഡെക്സ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. അതേ ഒരു പീരീഡിൽ നമ്മൾ ചാർട്ട് നോക്കി നമുക്ക് കാണാൻ സാധിക്കും ബിറ്റ് കോയിൻ്റെ പ്രൈസ് $20,000 നിന്നും ഏകദേശം 3500 ലെവൽ വരെ താഴോട്ട് വന്നിട്ടുണ്ട് അല്ലേ. അതിനിടയ്ക്ക് ഒരുപാട് പ്രാവശ്യം താഴോട്ട് മുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ലോവസ്റ്റ് പോയിന്റിലോട്ട് വരുന്നത് ഈ ഒരു മാർച്ച് 2020 കോവിഡ് ക്രാഷോട് കൂടിയിട്ട് ഉണ്ടായിട്ടുള്ള ഈ ഒരു ക്രാഷിലാണ് ബിറ്റ് കോയിൻ അതിൻ്റെ ഒരു ലോവസ്റ്റ് പോയിന്റിലോട്ട് വരുന്നത്. അതായത് ഏകദേശം ഒരു 80% ആണ് ഓൾ ടൈം ഹൈയിൽ നിന്ന് താഴോട്ട് വന്നത്.
അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ ഇൻഡെക്സ് വലിയ രീതിയിൽ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് കാര്യങ്ങൾ കൊണ്ട് മാർച്ച് 2020 ശേഷം ഏകദേശം മെയ് 2021 വരെയും ഡോളർ ഇൻഡെക്സ് വലിയ രീതിയിൽ താഴോട്ട് വരുന്നുണ്ട്. സോ അതേ ഒരു പീരീഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു 3500 ലെവലിൽ നിന്നും ഏകദേശം 17 ഇരട്ടി കൂടിയിട്ട് $69,000 എത്തിയത് അല്ലേ. അതിനുശേഷം വീണ്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2021 മെയ്യോട് കൂടിയിട്ട് തന്നെ ഡോളർ ഇൻഡെക്സ് വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ബിറ്റ്കോയിൻ ഒരു ബെയർ മാർക്കറ്റിലോട്ട് വരികയും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു $69,000 നിന്ന് $10,000 ഒരു 77% താഴോട്ട് വരികയാണ് ചെയ്തത് അല്ലേ. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ 2022 സെപ്റ്റംബർ ഒക്ടോബറോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ഡോളർ ഇൻഡെക്സ് അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ 114 ലെവലിലോട്ട് എത്തുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ നിലവിൽ ഡോളർ ഇൻഡെക്സ് ഒരു തകർച്ചയുടെ ഒരു ട്രെൻഡിലാണ് അല്ലേ. സോ ഇത് വീണ്ടും താഴോട്ട് വരുന്ന ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു 2022 സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു പീരീഡിൽ നിന്ന് ഓൾറെഡി ഡോളർ ഇൻഡെക്സ് ഇത്രയും താഴോട്ട് വരികയും ആ ഒരു പീരീഡിൽ ബിറ്റ്കോയിൻ ഓൾറെഡി 5 ടൈംസ് മുകളിലോട്ട് പോയിട്ടുണ്ട് അല്ലേ. സോ നമ്മളിപ്പോൾ ഈ ഒരു ഡോളർ ഇൻഡെക്സ് ഇപ്പോൾ വീണ്ടും താഴോട്ട് പോകുന്നതോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇതുമായിട്ട് മുകളിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെപ്പോഴും പറയുന്ന ഈ ഒരു ബിറ്റ്കോയിൻ്റെ ഈ ഒരു ടാർഗറ്റ് ഈ ഒരു $220,000 എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പെർഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ ഈ ഒരു $220,000 എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെയർ മാർക്കറ്റ് ലോയിൽ നിന്നും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം 13 ടൈംസ് ആണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അല്ലേ. സോ ഇതേ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഈ ഒരു ട്രെൻഡിലൂടെ തന്നെയാണ് ബിറ്റ്കോയിൻ ഡോളറിനെ ട്രാക്ക് ചെയ്യുന്നത്. സോ ഇതിപ്പോൾ നമ്മൾ ഡോളറിൻ്റെ കാര്യം മാത്രമല്ല, ഡോളറും മറ്റുള്ള അസറ്റ് ക്ലാസ്സുമായിട്ട് എത്രമാത്രം റിലേറ്റഡ് ആണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എമേർജിംഗ് മാർക്കറ്റ്, ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ പോലുള്ള ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്കെല്ലാം ഡോളർ ഇൻഡെക്സുമായിട്ട് ഹൈലി റിലേറ്റഡ് ആണ്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ ഡോളർ മുകളിലോട്ട് പോകുന്നോ അപ്പോഴൊക്കെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ വരും, എപ്പോഴൊക്കെ ഡോളർ താഴോട്ട് വരുന്നോ അപ്പോഴൊക്കെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകും. അതേപോലെ തന്നെയാണ് ഗോൾഡ് ആണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ ആണ് എന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഗോൾഡ് നമ്മൾ കഴിഞ്ഞ കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഡോളർ താഴോട്ട് വരാൻ തുടങ്ങിയത് മുതൽക്ക് തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി, ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി 2025 ശേഷം, അതായത് ട്രംപ് എലക്റ്റ് ആയതിനു ശേഷം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ നഷ്ടവും വിത്തിൻ ഫ്യൂ ഡേയ്സ് കൊണ്ട് തന്നെയാണ് റിക്കവർ ആയിരിക്കുന്നത്. അതായത് ഗ്ലോബലി തന്നെ ഇന്ത്യൻ മാർക്കറ്റാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഈ ഒരു താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഷിൽ നിന്നും റിക്കവർ ആയിട്ടുള്ളത്. ഒരാഴ്ച ഏകദേശം ഒരു 5-8 ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഈ ഒരു നിഫ്റ്റി ഇത്രയും ലെവലിൽ ഇത്രയും ഒരു 21,750 വരെയൊക്കെ താഴോട്ട് വന്നിട്ട് അത് കംപ്ലീറ്റ് റിക്കവർ ആയിട്ട് ഇപ്പോൾ 24,000 മുകളിൽ ട്രേഡ് ചെയ്യുന്നത്. സോ അതിന് കാരണം, അതായത് ആ ഒരു പീരീഡിൽ ഡോളർ ഇത്രയും താഴോട്ട് വന്നത് കാരണം കൊണ്ടാണ് ഇത്രയും എമർജിംഗ് മാർക്കറ്റിലുള്ള സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ഇത്രയും ഒരു ഗ്ലോബലി അൺസർട്ടനിറ്റി ഉണ്ടായിട്ട് പോലും. ഇതേപോലെ തന്നെയാണ് ഗോൾഡിൻ്റെ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ജനുവരി 20 ശേഷം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം സ്വർണത്തിൻ്റെ വിലയിലുണ്ടായിട്ടുള്ള മാറ്റം 25% ആണ്. അതായത് ഡോളർ ടേംസിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25% ആണ് ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയിട്ടുണ്ട്. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ ഇപ്പോൾ ഉള്ളത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ്. എപ്പോൾ ആണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോവാം. മറ്റുള്ള അസറ്റ് ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ്കോയിൻ ഒന്ന് ലാഗിങ് ആണ് എന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് എപ്പോൾ ആണെന്നുണ്ടെങ്കിലും മുകളിലോട്ട് പോവാം. അത് മുകളിലോട്ട് പോകുമ്പോൾ അത് മറ്റുള്ള അസറ്റ് ക്ലാസ്സിനേക്കാളും വളരെ അഗ്രസീവായിട്ടാണ് എപ്പോഴും മുകളിലോട്ട് പോകാറുള്ളത്. അതേപോലെ തന്നെ മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ M2 മണി സപ്ലൈ ആണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹിസ്റ്റോറിക്കലി ഉള്ള ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു ഗ്ലോബൽ M2 മണി സപ്ലൈനെ ബിറ്റ്കോയിൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകും. അതേപോലെ തന്നെ നമ്മൾ റീസെൻ്റ്ലി ഉള്ള ഈ ഒരു സെൽ ഓഫ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ബിറ്റ്കോയിൻ എപ്പോഴും ഒരു 2 സ്റ്റെപ്പ് മുകളിലോട്ട് പോകും, ഒരു സ്റ്റെപ്പ് താഴോട്ട് വരും, വീണ്ടും ഒരു 2 സ്റ്റെപ്പ് മുകളിലോട്ട് പോകും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ട്രെൻഡ്. സോ ഏകദേശം ഒരു 100% മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഒരു 20% ആണ് കഴിഞ്ഞ 2024 ഉണ്ടായിട്ടുള്ളത്.
അതിനുശേഷം വീണ്ടും ഒരു 100% മുകളിലോട്ട് പോയി, ഒരു 33% താഴോട്ട് വന്നു, വീണ്ടും ഒരു 120% മുകളിലോട്ട് പോയി. ഇപ്പോൾ നിലവിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു 32% താഴെയുള്ളത്. സോ അടുത്ത ഒരു ലെഗ് അപ്പ് എന്ന് പറയുന്നത് വളരെ ഇതേപോലെ ഒരു വലിയൊരു ലെഗ് അപ്പ് ആയിരിക്കും മുകളിലോട്ട് ഉണ്ടാവുക. സോ അത് ഒരു പക്ഷേ ഒരു $150,000 അതിനും മുകളിലോട്ടോ വളരെ ഈസി ആയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ എത്തിക്കാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ നമ്മളെപ്പോഴും കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ബിറ്റ്കോയിൻ്റെ പ്രൈസ് അടുത്തൊരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയുകയും ഈ പറയുന്ന ട്രേഡ് വാർ കാര്യങ്ങൾ, ക്രിപ്റ്റോ പോളിസി കാര്യങ്ങൾ, അത്തരത്തിലുള്ള റേറ്റ് കട്ട്, ഫെഡിൻ്റെ QE കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡോളറിൻ്റെ ഈ ഒരു താഴോട്ടുള്ള ഈ ഒരു ട്രെൻഡും ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ ഉള്ളത്. എപ്പോൾ ആണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു $90,000 ഈ ഒരു ഏപ്രിൽ എൻഡോട് കൂടിയിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓൾറെഡി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ ഇന്നലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. സോ ഓൾറെഡി ഇപ്പോൾ ഒരു $87,500 ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഉള്ളത്. സോ ഈ ഒരു മാസത്തിൻ്റെ എൻഡോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു $90,000 എത്തുകയും അടുത്ത മാസം ഒരു മെയ്യോട് കൂടിയിട്ട് ഒരു $100,000 ഒരു ജൂൺ ജൂലൈ ആ ഒരു പീരീഡിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു $150,000 എത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. സോ എന്തായാലും ബിറ്റ്കോയിൻ വാങ്ങാനുള്ള ആളുകൾക്കും ബിറ്റ്കോയിൻ വാങ്ങണം, ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്കും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ബിറ്റ്കോയിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക, അതിനുശേഷം ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.